മിസ് ലീസ. വെൽക്കം ടു മാതാ മ്യൂസിക് സെൻറ്റർ. അപ്പോൾ ഇന്ന് നമ്മളെടുക്കുന്ന പാട്ട് മഞ്ഞളയിൽ മുങ്ങിത്തോർത്തി മധുമാസ ചന്ദ്രിക വന്നു. അപ്പോൾ നമുക്ക് ആ പാട്ടിൻ്റെ രാഗം ഏതാണെന്ന് നോക്കാം. അതേസമയം സ്കെയില്, അതിൻ്റെ കോഡ്സ്, അതിന് പിന്നെ ബോർഡിൽ എപ്പോഴും മിസ് ചെയ്തിട്ടുള്ള പോലെ ഓർഡറായിട്ട് നമുക്ക് കോഡ്സ് പഠിക്കാം. ഈ പാട്ട് നമ്മൾ എടുക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്വരസ്ഥാനം ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇതിൻ്റെ ഇത് സ്കെയിൽ നോക്കുമ്പോൾ സി മേജർ സ്കെയിലിലെ പാട്ട് വന്നിരിക്കുന്നത്. രാഗം നോക്കുവാണെങ്കിൽ മേളകർത്ത രാഗത്തിലെ 28ാമത് രാഗമായ ഹരിയാംബുജയുടെ ജന്യരാഗമാണ് മോഹനരാഗം. മോഹനരാഗത്തിലെ പാട്ട് വന്നിരിക്കുന്നത്. മോഹനരാഗത്തിലെ സ്വരസ്ഥാനം നമുക്ക് നോക്കാം. ഷഡ്ജം സി ആണ് ഷഡ്ജം. ഡി ചതുശ്രുതി ഋഷഭത്തിൽ ഡി. അന്തരഗാന്ധാരം ഇ. നമ്മളിവിടെ മധ്യമം ഇല്ല, എഫ് ഇല്ല, എടുക്കുന്നില്ല കേട്ടോ, എഫ് ഇല്ല. പിന്നെ പഞ്ചമം ജി. ചതുശ്രുതി ദൈവതം എന്ന് പറയുന്നത് എ ആണ്. ഇവിടെ ബി ഇല്ല, നമ്മൾ നിഷാദം ഇല്ല. പിന്നെ ഷഡ്ജം സി, അടുത്ത ഒക്ടേവിലേക്ക് കയറി. അപ്പോൾ നമ്മൾ ഈ പാട്ട് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. അപ്പോൾ സി എയിൽ ആരംഭിക്കുന്നതുകൊണ്ട് നമ്മളിത് എ മൈനസ് സ്കെയിലിലല്ല ഈ പാട്ട്, കാരണം സി മേജറിലാണ് പാട്ട്. എന്ന് വെച്ചാൽ ലാൻഡിങ് നോട്ട് വെച്ചാൽ നമ്മൾ സ്കെയിൽ എങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ ലാൻഡ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ നമുക്ക് ഈ പാട്ട് എങ്ങനെയാണ്, നിങ്ങളിതെങ്ങനെ എടുക്കണം. ഇപ്പോൾ മിസ് വായിച്ച് കാണിച്ചില്ല, അതാണ് എൻ്റെ ഫ്ലോ ഇങ്ങനെ പോകും. പക്ഷേ നിങ്ങൾ എടുക്കുമ്പോഴേ അപ്പോൾ സി മേജർ സ്കെയിൽ മിസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു, എങ്കിലും ഒന്നും കൂടി കാണിച്ചു തരാം. ഇങ്ങനെയാണ് സി മേജർ സ്കെയിലിൽ പോകുന്നത്, പല ക്ലാസ്സിലും പഠിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ രാഗം നോക്കിയപ്പോൾ ഇതാണ് ഇതിൻ്റെ രാഗം. ഈ 5 സ്വരം. അപ്പോൾ ഈ 2 സ്വരത്തിൽ നിങ്ങൾ കൈവയ്ക്കരുത് കേട്ടോ. വെച്ചെന്ന് രാഗത്തിൽ നിന്ന് മാറിപ്പോവും, പാട്ട് കിട്ടില്ല ഇതിനകത്ത്. പിന്നെ അതിൻ്റെ സ്കെയിൽ മാറ്റി പിടിച്ചാൽ ചിലപ്പോൾ കീയെ പിടിക്കാം. പക്ഷേ ഇപ്പം മിസ് എടുക്കുന്ന സി മേജറിലാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പാട്ട് ഇവിടെ നിന്നാണ് ആരംഭിക്കുന്നത്. പക്ഷെ നമ്മൾ ഇതാണ് ഇങ്ങനെ എടുക്കരുത്. നിങ്ങൾ എടുക്കുമ്പോൾ ഇതെടുക്കണം. എന്താ മഞ്ഞളിൽ മുങ്ങിത്തോർത്തി കിട്ടി. അപ്പോൾ മധുമാസ ചന്ദ്രിക വന്നു. സോറി, ഇത്രയാണ് പല്ലവി. പക്ഷേ നിങ്ങൾ 2 പ്രാവശ്യം എടുക്കണം. മിസ് സമയക്കുറവുകൊണ്ട് ഒറ്റ പ്രാവശ്യം എടുത്ത് കാണിക്കുക, 2 പ്രാവശ്യം എടുക്കണം. അത് കഴിയുമ്പോൾ അനുപല്ലവി ഇങ്ങനെ വരും. ഇത്രയേ ഉള്ളൂ ഈ പാട്ട്. നിങ്ങൾ ഈസി ആയിട്ട് നിങ്ങൾക്ക് പിടിക്കാൻ പറ്റും. അപ്പോൾ മിസ് എടുത്ത കീയ നിങ്ങൾ നോക്കിയിട്ട് പല പ്രാവശ്യം ഇത് റിപ്പീറ്റ് ചെയ്ത് കാണുകയാണെങ്കിൽ പെട്ടെന്ന് മനസ്സിലാവും. പിന്നെ വീണ്ടും നിങ്ങൾ മഞ്ഞൾ മുങ്ങിത്തോർത്ത് എടുക്കണം.
വന്നിട്ട് ഇങ്ങനെ ഉണ്ട്. എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലാൻഡ് ചെയ്യാം. കണ്ടോ ഇപ്പോൾ സിയിലാണ് നമ്മൾ പാട്ടിൽ ലാൻഡ് ചെയ്ത സിയിലാണ്. അപ്പോൾ നമുക്ക് സി കോഡ് കൊടുത്ത് നിർത്താം. അപ്പോൾ അതേസമയം നമ്മൾ ഇതിന് പറ്റിയ കോഡ്സ് നമ്മളെങ്ങനെ എടുക്കും? സി കോഡ് പിടിക്കാൻ നമുക്ക് കണ്ടോ. അതിനകത്ത് എ മൈനർ കോഡ് പിടിക്കുക, എ മൈനർ 6 പിടിക്കുക, 7 പിടിക്കുക. എ മൈനർ 7 ഇങ്ങനെ എടുക്കുക. ഇനി വന്നിട്ട് സി മൈനർ 6 വേണം, സി മേജർ 6 പിടിക്കുക. കണ്ടോ ഇതെല്ലാം ഇവിടെയാണ് നിങ്ങൾ പിടിക്കേണ്ടത്. മിസ് ഇങ്ങനെ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഇതിന് പറ്റിയ കോഡ്സുകൾ. ഇത്രയും കോഡ്സുകൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് എടുക്കാൻ പറ്റും. എല്ലാം പഠിക്കുന്ന കുട്ടികൾക്ക് ഇങ്ങനെ മനസ്സിലാകത്തുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെ കൊച്ചു കാര്യങ്ങളായിട്ടാണ് പഠിപ്പിക്കുന്നത് കേട്ടോ മിസ്. ഒത്തിരി ഓടിച്ചിട്ട് പിടിച്ച് ഒത്തിരി ഇത് പോയെന്നാൽ പലർക്കും പലതും മനസ്സിലാകത്തില്ല. അതുകൊണ്ടാണ് മിസ് ഇങ്ങനെ എടുക്കുന്നത്. ഇനിയിപ്പോൾ ബി മേജർ 7 നമ്മൾ ബോർഡിലിട്ടിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത് മിസ്. അപ്പോൾ എങ്ങനെ പഠിക്കും? ഇത് കണ്ടോ, ഇതാണ് ബി മേജർ 7 എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ ഈ ഫ്ലാറ്റിൽ പിടിക്കുക, ഇത് രണ്ടും കൂടി ചേർത്ത് പിടിക്കുക, എഫ് ഷാർപ്പ്. ഇത് ബി മേജർ 7 ഇങ്ങനെ വരും. പക്ഷെ ഇത് മൈനർ 7 നമ്മൾ എന്താ ചെയ്യുക? ഇത് ഫ്ലാറ്റിൽ നിന്ന് കയറി താഴെ വയ്ക്കുക, ഇവിടുത്തെ ഫ്ലാറ്റിൽ നിന്ന് കയറി താഴെ വയ്ക്കുക. ഇത് ഫ്ലാറ്റായിട്ടല്ല വരുന്നത്, എയുടെ ഷാർപ്പായിട്ടാണ് നമ്മളിത് പറയത്തുള്ളൂ കേട്ടോ. എയുടെ ഷാർപ്പും ബിയുടെ ഷാർപ്പായിട്ട് ഡിയുടെ ഷാർപ്പായിട്ട് പറയത്തുള്ളൂ. പക്ഷേ നമ്മളിപ്പോൾ ഇതിന് ഈ കോഡ്സിന് ഇങ്ങനെ പറയത്തുള്ളൂ. ഇത് ഡി ഷാർപ്പും ഇത് എ ഷാർപ്പും പിടിച്ചു. അതാണ് എ ബി മേജർ 7 കോഡ്സ് ഇങ്ങനെ വരും, കീസ് ഇങ്ങനെ വരുന്നത്. മൈനർ ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? മൈനറിനറിയാം താഴേക്ക് ഇറങ്ങി അല്ലേ. ഇത് നമ്മളിവിടെ വെച്ചിട്ട് ഇത് താഴെ വന്നുണ്ട്. 2 എയും ബിയും കൂടി കൂട്ടിപ്പിടിക്കുക. ഇത് മൈനർ 7. അപ്പോൾ ഇതാണ് ഇവർക്ക് പ്രത്യേകിച്ച് പഠിക്കാനുള്ളത്. നിങ്ങളൊന്ന് പ്രത്യേകിച്ച് പ്രാക്ടീസ് ചെയ്യുക. നമുക്കിന്ന് മിസ് ബോർഡിൽ എഴുതിയിട്ടുണ്ട്, അത് നമുക്ക് ബോർഡിലേക്ക് നമുക്ക് നോക്കാം. ബിയുടെ കോഡ്സ് നമ്മൾ ഓർഡറായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ഇത് ബി മേജർ 7. ആ ബി മേജർ 7 എങ്ങനെയാണ് വരുന്നത്? ഡി ഷാർപ്പ് മിസ് കൈ പിടിച്ച് കാണിച്ചായിരുന്നല്ലേ. ഇത് ഡി ഷാർപ്പ്, ബി, പിന്നെ എ ഷാർപ്പ്. അതാണ് ബിയും, ബി ഫ്ലാറ്റാണ് എ ഷാർപ്പ് എന്ന് പറയുന്നത് കേട്ടോ. പിന്നെ എഫ് ഷാർപ്പ്. ഇതാണ് ഇത് നിങ്ങൾ കൂട്ടിപ്പിടിച്ചു. അപ്പോൾ ഇതിൻ്റെ നൊട്ടേഷൻ ഇങ്ങനെ എഴുതുന്നത് കേട്ടോ, പ്രത്യേകം ശ്രദ്ധിക്കുക. നൊട്ടേഷൻ ഇങ്ങനെ എഴുതുന്നത്. ബി മൈനർ 7 ആണെങ്കിൽ അതിന് ബി മൈനർ 7 വരുമ്പോൾ ഡി ഷാർപ്പല്ല, നമ്മൾ ഡിയിൽ കൈ വയ്ക്കുക. ബിയും എയും ചേർത്ത് വയ്ക്കും, എഫ് ഷാർപ്പ്. ഇത്രയും വ്യക്തി പ്രത്യേകിച്ച് പഠിക്കാനുള്ളൂ. അപ്പോൾ നൊട്ടേഷൻ എഴുതുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെയാണ് ഇതിൻ്റെ നൊട്ടേഷൻ എഴുതുന്നത് കേട്ടോ. എന്തെങ്കിലും സംശയമുള്ളവർ മിസ്സിനെ വിളിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എല്ലാവരും നന്നായിട്ട് കൂടെ പ്രാക്ടീസ് ചെയ്യണം. അപ്പോഴേ നമുക്ക് നന്നായിട്ട് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം, അടുത്ത ക്ലാസ്സിൽ കാണാം. അപ്പോൾ എന്തൊക്കെ ചെയ്യണം? ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.